നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഇന്ന് എവൻഗേലിയനായിട്ട് വായിച്ച വേദഭാഗം ആണ് ഞാൻ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്നത്. അതൊരു ദൈർഘ്യമുള്ള ഒരു വേദഭാഗമായതുകൊണ്ട് അതിൽ നിന്ന് ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ മാത്രം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ ഉള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, നിന്റെ വചനത്തിന്റെ മുൻപാകെ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ നീ നൽകിയിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ നിന്നെ അകന്ന് കാണുന്നത് ഇന്ന് ഞങ്ങൾക്ക് ബോധ്യം വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ പുത്രൻ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടും ഞങ്ങൾ നിന്നെ അറിയാതെ പോയവരാണ്. നിന്റെ ആത്മാവ് ഞങ്ങളിൽ തന്നിട്ടും ഞങ്ങളത് മനസ്സിലാക്കാതെ പോയതാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ സഭയുടെ മുൻപോട്ടുള്ള നടത്തിപ്പിൽ നിന്റെ കർത്താവെ ആ ആത്മഹർഷം ഞങ്ങൾക്ക് നൽകുവാൻ ഞങ്ങൾ തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ആ ആത്മാവിന്റെ രഹസ്യം മനസ്സിലാക്കുവാൻ, ആ ആത്മാവിലൂടെ നീ ഞങ്ങളെ നയിക്കുന്നത് മനസ്സിലാക്കുവാൻ, ശക്തീകരിക്കുന്നത് മനസ്സിലാക്കുവാൻ ഈ വചനധ്യാനത്തിലൂടെ നീ ഇടയാക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഇന്ന് സഭയായിട്ട് ചിന്തിക്കുന്ന വിഷയം പെന്തക്കോസ്തി പെരുന്നാൾ സകലവും പുതുക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ദ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ്, ദ ഹോളി സ്പിരിറ്റ് ഹു റിന്യൂസ് എവറിത്തിങ്. ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് സമീപിക്കപ്പെടുന്ന ഒരു ഡോക്ട്രീനാണ്. കാരണം ഹോളി സ്പിരിറ്റ് ഉള്ള മനുഷ്യർ അലറുന്നു, ഹോളി സ്പിരിറ്റ് ഉള്ള മനുഷ്യരെ തള്ളിയിടുന്നു, ഹോളി സ്പിരിറ്റ് ഉള്ള മനുഷ്യർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പ്രവചിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത എക്സ്പ്രഷൻസ്, ആട്രിബ്യൂട്ട്സ് നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ഈ അവസരം ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറ്റുവാനും പരിശുദ്ധാത്മാവിലൂടെ ഒരു വിശ്വാസിക്ക് സൗജന്യമായി ലഭിക്കുന്ന 2-3 കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ഈ ഹ്രസ്വ ധ്യാനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഓഫീസിൽ ഒരു ന്യൂസ് വന്നു. ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാള് നമ്മുടെ കമ്പനിയിൽ വരുന്നുണ്ട്. ആള് മിടുക്കനാണ്. അദ്ദേഹം നമ്മുടെ പുതിയ മാനേജറായിട്ട് വരികയാണെങ്കിലും അദ്ദേഹം നല്ലൊരു മജീഷ്യനാണ്. ഒത്തിരി മാജിക് ട്രിക്സ് ഒക്കെ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ആള് പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ മാംസവും ഒക്കെ ചേർത്ത് പറയുന്ന ആളായതുകൊണ്ട് പല പല കഴിവുകളൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ ഓഫീസർ വന്ന് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യുവാൻ വേണ്ടി ഉള്ള ഫംഗ്ഷനിൽ വെച്ച് ആ വെൽക്കം ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫിന്റെ ആള് പറഞ്ഞു, നമ്മുടെ സാറ് വലിയൊരു മജീഷ്യനാണ്, അദ്ദേഹം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പല മാജിക്കുകളൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞു. എനിക്കെല്ലാം കൂടെ പൈപ്പിനകത്ത് കുരുമുളക് ഇട്ട് അപ്പുറത്ത് വരാതിരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ പറ്റി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, ദൈവം വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ സഭയുടെ വിശ്വാസികളുടെ മനസ്സിലേക്ക് ഹെറസിയായിട്ട്, ദുരുപദേശമായിട്ട് കുത്തിവെച്ച് ഒരു പുതിയ ധാരണ ഉണ്ടാക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ മീഡിയ കാണുന്നവരാണ്. മീഡിയയിൽ മിക്കവാറും പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് അലറുകയും കൈപൊക്കി ഡാൻസ് കളിക്കുകയും മനുഷ്യരെ തള്ളിയിടുകയും അവർക്ക് പലവിധമായ വ്യാധികളിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണോ? ഇങ്ങനെ നമ്മുടെ പള്ളിയിൽ ഇല്ലല്ലോ, നമ്മുടെ കൂട്ടായ്മയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊരു ഇമോഷണൽ ലെവലിലേക്ക് പോകുവാൻ നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ
ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വചനം ഒരുക്കിയിരിക്കുന്നത്. ജോൺ മാക് ആർത്തർ എന്ന് പറയുന്ന ഇവാഞ്ചലിക്കൽ ചർച്ചിലെ ഒരു പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. The spirit of the God is most abused, grieved, insulted, dishonored. They give attributes to the spirit which is not at all mentioned in the word of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ വചന ശുശ്രൂഷ നടത്തി പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു പുതിയ ധാരണ, വികലമായ ധാരണ ഉണ്ടാക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് സിംഹത്തിനെ പോലെ അലറുന്നതോ നിർത്താതെ ചിരിക്കുന്നതോ അല്ലെങ്കിൽ കൈകൊട്ടിക്കൊണ്ടേ നിരന്തരമായിട്ട് ആരാധനയിൽ മാത്രം വ്യാപരിക്കുന്ന ഒരു സഭയല്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഹൗ ദ സ്പിരിറ്റ് വിൽ വർക്ക്. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കുവാൻ പോകുന്നത്? എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലേക്ക് കർത്താവ് പകർന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ആ ശിഷ്യന്മാരിൽ നിന്ന് സഭയിലേക്ക് വ്യാപിച്ചത് എന്നതിനെ കുറിച്ച് ധാരണയുണ്ടാക്കി ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായി ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു മിറാക്കിളസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ റിസീവിങ് സ്പിരിറ്റിനെ പറ്റി ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം എന്നൊരു ദുരുപദേശം സഭയിലുണ്ട്. അങ്ങനെയല്ല. കാരണം അതിന് അവര് അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുന്ന വേദഭാഗം പൗലോസ് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9 തൊട്ട് 13 വരെ ഉള്ള വാക്യങ്ങളിൽ നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചോ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തികളിലൊക്കെയും അങ്ങനെ ഒരു ചോദ്യം വരുന്നു, ഡു യു റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ആദിമ സഭയിലുള്ള വിശ്വാസികൾ പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന് പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുന്ന ആ ബൗണ്ടറി, ആ ത്രഷോൾഡിൽ നിന്നുകൊണ്ടാണ് പൗലോസ് അവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ സഭയിലായിരിക്കുന്ന നമ്മൾക്ക് അങ്ങനെ ഒരു റിസപ്ഷന്റെ ആവശ്യമില്ല. We have already received the Holy Spirit through the holy baptism. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ പ്രാപിക്കുന്നതിന്റെ ലക്ഷ്യമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുവായുടെയും നാമത്തിൽ വിശുദ്ധ മൂറോൻ കൊണ്ട് ഇന്നാർ അഭിഷേകം ചെയ്യപ്പെടുന്നു. So we have already received the Spirit. So these two notions should be very clear, that Holy Spirit is not what we see the servants, so-called servants of God depicting on the media. And Holy Spirit is not which is to be received. It is already residing in us. അങ്ങനെയുള്ള ഒരു പരിശുദ്ധാത്മാവിനെ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുമ്പോൾ എങ്ങനെ അതിനെ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ പുതുക്കുവാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുവാൻ. ഹൗ ദ സ്പിരിറ്റ് വർക്ക്സ് ഇൻ യു ആൻഡ് മീ. ഒന്നാമതായിട്ട് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു പ്രോഗ്രഷൻ നൽകുന്ന ആത്മാവാണ്. The ministry of the Holy Spirit is making us progress in our life. യോഹന്നാന്റെ സുവിശേഷം 12-13 വാക്യങ്ങളിൽ യോഹന്നാന്റെ ഈ ലേഖനത്തിൽ കർത്താവ് പറയുന്ന വാക്കുകൾ ഞാൻ ഒന്നുകൂടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. So the receiving of the Spirit itself is not inertial, but it creates a dynamism in the life of a believer. എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് നമ്മളെ പ്രോഗ്രഷനിലേക്ക് നയിക്കുവാൻ, ഒരു ഉന്നമനത്തിലേക്ക് നയിക്കുവാൻ, ഒരു വികസനത്തിലേക്ക് നയിക്കുവാനാണ് ഈ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നത്. എക്സ്പ്രഷൻ ഓഫ് ഹോളി സ്പിരിറ്റിലാണ് സഭ ഇന്ന് നിൽക്കുന്നെങ്കിൽ നമ്മൾ ആ എക്സ്പ്രഷനിൽ നിന്ന് മുൻപോട്ട് പോകണം. അവിടെ 2 കാര്യങ്ങൾ ഈ വേദഭാഗത്ത്, ഇൻ ഓൾ ട്രൂത്ത് എന്ന് പറയുന്ന പ്രയോഗം യോഹന്നാനിൽ, സകല സത്യത്തിലും. എന്താണ് ഈ സകല സത്യം? സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിനെ കുറിച്ച്, മാത്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ലോകത്തിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് നോളജ് കണ്ട് എൻസൈക്ലോപീഡിയയിലോ നെറ്റിലോ പരിധി നമ്മുടെ രജിസ്റ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൽ എഴുതുന്ന ആ ട്രൂത്ത് അല്ല. He is talking about a truth which enriches our spiritual realm. എൻ്റെ നിങ്ങളുടെ ആത്മീയമായ ജീവിതങ്ങളെ
പോഷിപ്പിക്കുന്ന, കൂടുതൽ ശ്രേഷ്ഠമാക്കുന്ന ഒരു സത്യത്തെ പറ്റിയാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് വിദ്യാസമ്പന്നരാകുവാനുള്ള ഒരു വരമാണ് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന, ഉന്നത സ്ഥാനം ലഭിക്കുവാനുള്ള വരമാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു ആരെക്കാട്ടിലും ബുദ്ധിമാന്മാരായി ഞാനും നിങ്ങളുമായി തീരുമെന്നുള്ള ആ ഒരു ട്രൂത്ത് അല്ല. ദ ട്രൂത്ത് വിച്ച് മേക്സ് us more rich in spiritual realm. അതുകൊണ്ട് ഈ ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഐ ഹാവ് ഗിവൻ ഇൻ പാർട്ട്. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് പിതാവ് ഒരിക്കലും ന്യൂക്ലിയർ ഫിസിക്സിന്റെ പുസ്തകം മേടിച്ചു കൊടുക്കത്തില്ല. അവന് ആവശ്യമായ ബേസിക് അരിത്തമാറ്റിക്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസിന്റെ പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് പോലെ we are yet to realize the richness of Holy Spirit. We have only touched the tip of the iceberg. Hallelujah. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപ്തിയെക്കുറിച്ച്, അതിന്റെ വലുമയെക്കുറിച്ച്, അതിന്റെ ഗുണങ്ങളെക്കുറിച്ച്, അതിൽ കൂടെ നമ്മളിൽ വരുവാനുള്ള വ്യത്യാസത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ കർത്താവ് പറയുകയാണ്. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ ബോധ്യം വരുത്തും. അതുകൊണ്ട് that progression is what God is looking in us. ഏത് ട്രൂത്താണ്? ആ ട്രൂത്ത് നമുക്ക് എവിടാണ്? ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ലഭിക്കുന്നത്. നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം എന്ന് പറയുമ്പോൾ എന്തിനാണ് പാതയ്ക്ക് പ്രകാശം? മുൻപോട്ട് പോകുവാനാണ്. എന്തിനാണ് ദീപത്തിന്റെ ആവശ്യം? മുൻപോട്ട് പോകുവാനാണ്. സോ എ സ്പിരിച്വൽ ലൈഫ് ഓഫ് എ ബിലീവർ വിൽ ബി പ്രോഗ്രസീവ് ഓൺലി ഇഫ് വി yield our life to the Holy Spirit. ആ സത്യത്തിൽ നടത്തുന്ന കർത്താവിന്റെ വചനമാണ് ഈ പരിശുദ്ധാത്മാവ്. ആർ യു റെഡി ഫോർ ദാറ്റ്? ഇന്നത്തെ ഈ വചനധ്യാനം നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക്, ആ പ്രോഗ്രഷനിലേക്ക് പോകണമെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ അറിയിക്കണം. ഹൂ ഗോഡ് ഈസ്. ഹി ഈസ് immeasurable. He is omniscient. He is omnipotent. He is uncreated. എന്നൊരു കാര്യം നമുക്ക് മനസ്സിൽ ഉറപ്പായിട്ട് നമുക്ക് തോന്നാതെ നമുക്ക് പ്രോഗ്രഷൻ ഉണ്ടാകുവാൻ ഒക്കത്തില്ല. ആ ഒരു ധാരണ നമുക്കില്ലാത്തത് കൊണ്ടാണ് ചെറുതും വലുതുമായിട്ടുള്ള പ്രതികൂലങ്ങൾ വരുമ്പോൾ, സകല ഇടത്തും ഉള്ള ദൈവത്തെക്കുറിച്ചുള്ള ധാരണയില്ലാത്തപ്പോഴാണ് നമ്മൾ അവിശ്വാസികളായി തീരുന്നത്. അതുകൊണ്ട് ആരാണ് ദൈവമെന്ന് മനസ്സിലാക്കുന്നവർ പ്രോഗ്രസ് ചെയ്യും. ആരാണ് വിശ്വാസത്തിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് പരിശുദ്ധാത്മാവ് മുൻപോട്ട് പോകുവാനുള്ള കൃപ നൽകും. അത് മാത്രമല്ല, ആരാണ് ദൈവവചനം പഠിക്കുകയും അത് ഗ്രഹിക്കുകയും അത് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതിയിരിക്കുന്ന ഈ വചനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പ്രോഗ്രഷൻ നൽകുവാൻ ദൈവം നൽകിയിരിക്കുന്ന ആത്മാവാണ്. സോ വി ഓൾ ഹാവ് ദാറ്റ് ഹോളി സ്പിരിറ്റ്, ബട്ട് വാട്ട് ഈസ് അവർ ലാക്കിംഗ്? എവിടെയാണ് നമ്മളുടെ കുറവ് എന്ന് നമുക്കൊന്ന് വിലയിരുത്തുവാൻ സാധിക്കാം. രണ്ടാമതായി, ഹി വിൽ ഗൈഡ് യു. വാട്ട് ഈസ് ഗൈഡ്? ജോധ്പൂരിലെ മെഹ്റാൻഗഡ് ഫോർട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ചെന്നോടനെ ഒരു ഹെഡ്ഫോൺ നമുക്ക് നൽകി. ഇന്റർനാഷണൽ ട്രാവൽ ചെയ്ത ആളുകൾക്കല്ലേ മോണ്യുമെന്റ്സ് ഒക്കെ പോകുമ്പോൾ ഓഡിയോ ടൂർ ഉണ്ട്. അപ്പോൾ അതായത് ഫോട്ടോയുടെയും മോണ്യുമെന്റ്സിന്റെയും ആർട്ടിഫാക്ട്സിന്റെയും മുൻപ് ചെല്ലുമ്പോൾ നമ്മളോട് പറയും, ഇത് 1910 കല്ലിൽ തീർത്തതാണ്, ആ കല്ലിന്റെ നേച്ചർ എല്ലാം പറയുന്നത് പോലെ ഗൈഡ് ചെയ്യും. പക്ഷെ ഇതെല്ലാം ഒന്നും നമുക്ക് ഓർമ്മ ഇരിക്കത്തില്ല. ഫോർ എ വൈൽ ഇറ്റ് ഈസ് ഓൺ അവർ മൈൻഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യണമെങ്കിൽ നിരന്തരമായി ആ പരിശുദ്ധാത്മാവിനോടൊരു വ്യാപാരം നമുക്കുണ്ടാകണം. നമ്മൾ ഗൈഡ് ആ ഫോർട്ടിൽ ചെല്ലുമ്പോൾ ആ ഗൈഡിനെ കണ്ടു, അദ്ദേഹത്തിന് പേയ്മെന്റ് ചെയ്തു, നമ്മൾ ആ ഹെഡ്ഫോൺ മേടിച്ചു, തിരിച്ചു പോന്നു കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്കറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. ഹി ഈസ് റിസൈഡിങ് ഇൻ us. He is in us when we go to duty, when you go to factory, when you go to office, when you are traveling in the car, when you are talking, when you are walking, when you are thinking, when you are doing things at home as a housewife. അപ്പോൾ ഈ ഗൈഡൻസ് ആണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരേണ്ടത്. പക്ഷേ നമുക്ക് ഗൈഡൻസ് വേണ്ട. നമ്മൾ നമ്മുടെ പരിജ്ഞാനം കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, നിന്റെ ഹിതം നിറവേറ്റണമെങ്കിൽ വിശ്വാസികളായ ഞങ്ങൾക്ക് നിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് ആവശ്യമാണ്. നിന്റെ ആത്മാവിന്റെ സത്യത്തിന്റെ വെളിപ്പാട് ആവശ്യമാണ്.
നമ്മൾ ആ കാര്യത്തിൽ നന്നേ പരാജയപ്പെട്ടിരിക്കുന്നു. വചനം വായിക്കുവാൻ വിസമ്മതിക്കുന്ന നമ്മുടെ ഈ മനുഷ്യ ജീവിതം ഇന്ന് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, നിന്റെ വചനവുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ നിന്റെ ആത്മാവിന്റെ ജീവിതത്തിൽ ഒരു പ്രോഗ്രഷൻ ഉണ്ടാക്കണം. രണ്ടാമതായി, മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ് ഈസ് പേഴ്സണൽ. അത് വ്യക്തിപരമായ ഒരു മിനിസ്ട്രിയാണ്. ഹോളി സ്പിരിറ്റിനെ ഫോഴ്സ് ആയിട്ട്, ഒരു ശക്തിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രത്യേകത നമുക്ക് ഈ കഴിഞ്ഞ 50 വർഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തള്ളിയിടുന്ന, സൗഖ്യം പ്രാപിക്കുന്ന, അല്ലെങ്കിൽ സൗഖ്യം നൽകുന്ന, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യമായ ശക്തി എന്നുള്ള നിലയിലാണ്. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ സ്പിരിറ്റ് ന്യൂട്രൽ ആണെങ്കിലും അവിടെ ഹി എന്ന് പറയുന്ന മെയിൽ പ്രൊനൗൺ ആണ് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സോ സ്പിരിറ്റ് ഈസ് പേഴ്സണൽ. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയാണ്, ത്രിയേക ദൈവത്തിൽ ഒരു വ്യക്തിയാണ്. സോ സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ, ഫുള്ളി ഗോഡ് ഇൻ എവ്രി വേ. ഒരു പ്രത്യേക ശക്തി വന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്നു, നമുക്ക് അറിവ് തരുന്നു എന്നുള്ളൊരു ധാരണയിൽ നിന്ന് ഇന്ന് നമുക്ക് ഈ ആലയത്തിൽ നിന്ന് പോകുമ്പോൾ, കർത്താവേ, നീ നിന്റെ ആത്മാവിൽ ഒരു വ്യക്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹി വിൽ ടെസ്റ്റിഫൈ അബൌട്ട് മീ. ഹി എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പേഴ്സണൽ പ്രൊനൗൺ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫോഴ്സിന് നമ്മളെ അധികം ഗൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. ബിക്കോസ് ഇറ്റ് എക്സോസ്റ്റ്. ഒരു ഫോഴ്സിന് നമ്മളോട് സംസാരിക്കാൻ ഒക്കത്തില്ല, ശബ്ദമുണ്ടാക്കാം. ബട്ട് ഹി റിവീൽസ്. ഒരു ഫോഴ്സിനും നമ്മളെ പിടിക്കുവാൻ ഒക്കത്തില്ല. തള്ളിയിടാൻ സാധിക്കും, എഴുന്നേൽപ്പിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ നിരാശയുടെ അടിത്തട്ടിൽ കഴിയുന്ന എന്നെ നിങ്ങളെയും അവൻ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ അവന്റെ ആത്മാവിനെ നൽകുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് അനന്യാസ് അകൃത്യം കാണിച്ച് ആ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ, നീ ആത്മാവിന്റെ എതിരെ പ്രവർത്തിച്ചിരിക്കുന്നു. ആർക്കാണ് വേദന? ആത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കല്ലെന്ന് ദൈവത്തിന്റെ വചനം പറയണം. ആർക്കാ വേദന ഉണ്ടാകുന്നത്? വ്യക്തിക്കാണ് വേദന ഉണ്ടാകുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, സഹോദര ബന്ധങ്ങളിൽ, അയൽവക്ക ബന്ധങ്ങളിൽ, ജോലി സ്ഥലങ്ങളിലുള്ള ബന്ധങ്ങളിൽ നമ്മളെ ഇടപെടലും കൊണ്ട് നമ്മുടെ സഹചാരിക്ക് വേദന ഉണ്ടാകുന്നെങ്കിൽ അത് വ്യക്തിക്കാണ് ഉണ്ടാകുന്നത്. ഫോഴ്സിന് ഒരിക്കലും വേദന ഉണ്ടാകത്തില്ല. ഒരു വാക്യൂം ക്ലീനറിനെ ഓൺ ചെയ്താൽ കൂടിയ അതിന് മുന്നേ വരുന്ന കാര്യത്തിനെ അത് തള്ളിക്കളയും, അല്ലെങ്കിൽ തിരിച്ച് അതിന് വേദനയില്ല. എന്നാൽ ഓൾവേസ് റിമെമ്പർ, ദ ഹോളി സ്പിരിറ്റ് ഈസ് പേഴ്സണൽ. He records everything, he hears everything, he reveals everything. He reveals whatever the God gives to him. അതുകൊണ്ട് രണ്ടാമതായി, ഈ പരിശുദ്ധാത്മാവ് എൻ്റെ വിചാരത്തിലും വചനത്തിലും എൻ്റെ പ്രവൃത്തിയിലും എന്നെ നിയന്ത്രിക്കുവാൻ അധികാരമുള്ളവനും ആ അധികാരമുള്ള ആ ആത്മാവിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കണം. അവസാനമായി, ഇറ്റ് ഈസ് ദ മിനിസ്ട്രി where the truth is central. ദൈവത്തിന്റെ വചനമാണ് ആത്മാവിന്റെ അടിസ്ഥാനം. ദൈവത്തിന്റെ വചനപ്രകാരം it is the spirit of truth. ദൈവത്തിന്റെ ആത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. എന്താണ് truth? What is truth? Truth is gospel. Gospel is the Son of Man who did not remain at the side of his Father, came down, took my sins on his body, crucified for me, was buried, and rose up on the third day. And he went into the heaven, and he will come again. ഇതിനപ്പുറം ഒരു ട്രൂത്ത് ഇല്ല. പെർഫോമൻസ് ബേസ്ഡ് ഹോളി സ്പിരിറ്റിനെ അന്വേഷിക്കുന്ന വിശ്വാസികളോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, if you are running after doctrine which divides, you have to come to the truth who unites. നമ്മുടെ കർത്താവ് നമ്മളെ ഐക്യത്തിലേക്ക് നയിക്കുന്ന ആത്മാവാണ്. 119-ാം സങ്കീർത്തനത്തിൽ 60-ാം വാക്യത്തിൽ പറയുന്നു, the sum of your word is truth. വചനത്തിന്റെ സകല സാരവും, നിന്റെ സകല സത്യത്തിന്റെയും സാരവും നിന്റെ വചനത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, we are given a spirit which is yet to be measured. We are only മൺപാത്രങ്ങൾ. ദൈവത്തിന്റെ
ആത്മാവ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ഉടഞ്ഞു പോകുന്ന മൺപാത്രങ്ങളിലാണ്. We can't contain, so he has given a part of it. ഒരു കുഞ്ഞിന് പാല് ദഹിക്കാൻ ഒക്കും എന്നതുകൊണ്ട് പാല് കൊടുക്കുന്നത് പോലെ, കട്ടിയായിട്ടുള്ള ആഹാരം വലുതായി കഴിഞ്ഞ് മാംസം കൊടുക്കുന്നത് പോലെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, കർത്താവേ, നീ എന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ ആത്മാവിനെ നൽകിയിരിക്കുന്നു, അതിൽ എന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ വചനം എന്നെ സത്യത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ആത്മാവാണ്. ആ സത്യത്തിൽ നടക്കുവാൻ, വചനത്തിൽ ഊന്നി നടക്കുവാൻ എന്നെ നീ സഹായിക്കണമേ. അതുകൊണ്ട് ഒരു പുതിയ ആത്മാവിനെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. We all hold the Holy Spirit. Let us give ourselves to be progressive. Let us give ourselves to be controlled by him. Let us yield ourselves to the word of God, which is the gospel, and it is the Holy Spirit which helps us to discern the truth of. If we are walking, talking, thinking, working, we have to examine today. Are we walking with spirit? Are we talking with spirit? Are we thinking with spirit? Are we working in spirit? അത് നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കണം. രണ്ടാമത്, ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ളതാ, ആർ യു ട്രസ്റ്റിംഗ് ഇൻ ജീസസ്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുകയും എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലും ഉള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ ജീവിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കാം. പ്രത്യേകിച്ചും കർത്താവേ, നിന്റെ ആത്മാവിനെ ഞങ്ങൾ വേദനിപ്പിക്കുന്നവരാണ്. ആ നടപടി ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. നിന്റെ ആത്മാവ് ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കാം. ആ ആത്മാവ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അളവിൽ അതിനെ ജ്വലിപ്പിക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കാം.